കൂടുതൽ ലൈംഗിക അതിക്രമ പരാതികളിലും റാപ്പർ വേടന് സംരക്ഷണമൊരുക്കുകയാണ് സർക്കാരും പോലീസും. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിനൊപ്പം ലൈംഗിക അതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തി 2 യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിലായി പരാതി അയച്ചിരുന്നു. ഈ പരാതികളിലും ഇതുവരെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. വിവരങ്ങൾ നൽകുകയാണ് ജിജീഷ് കരുണാകരൻ. ജിജീഷ്, അതായത് പരാതികൾ നിരവധി വരുന്നു, പക്ഷേ ഒരു നടപടിയിലേക്കും പോകുന്നില്ല. അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ഇമെയിൽ വഴി അയച്ചിട്ട് പോലും മിണ്ടാട്ടമില്ല, കണ്ടെന്ന് നടിക്കുന്നുമില്ല, അല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ് ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. നേരിട്ട് ലഭിച്ച പരാതിയിൽ പോലും വേടനെ പോലെ ഒരാൾക്ക് സംരക്ഷണം ഒരുക്കുന്നു. നിരന്തരമായ ലൈംഗിക അതിക്രമ പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഉയർത്തുന്നു. അവർ പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാണ്. പോലീസ് ശക്തമായ അന്വേഷണത്തിനും തങ്ങൾക്ക് സംരക്ഷണം നൽകാനും തയ്യാറുണ്ട് എങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളുടെ പരാതികളിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ ഇഴഞ്ഞു നീങ്ങുന്ന അല്ലെങ്കിൽ വേടനെ സംരക്ഷിക്കുന്ന ഹിരൺദാസ് മുരളി എന്ന വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2 പരാതികളാണ്. ഏറ്റവും ആദ്യം ജൂലൈ 31 നൽകിയ പരാതിയിൽ ഏറ്റവും ഒടുവിൽ സെപ്റ്റംബറിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെയും നീട്ടിക്കൊണ്ടുപോയ അതേ പോലീസ് സംവിധാനങ്ങൾ, അതേ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ച 2 പരാതികളിലും ഇത്തരത്തിൽ തന്നെ നടപടികൾ എടുക്കാതെ കാത്തിരിക്കുന്നത്. അതിലൊന്നിൽ സെൻട്രൽ പോലീസ് തുടർ നടപടികൾ എടുത്തു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഇതുവരെ ഈ യുവതികളുടെ മൊഴി അല്ലെങ്കിൽ പരാതി നൽകിയ ഇതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൂടുതൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 2 പരാതികളിലും ഗുരുതരമായ ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിട്ടുള്ളത്. സമാനമായ എങ്ങനെയാണോ യുവ ഡോക്ടറെ നിരന്തരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ, ഒരു ഓഗസ്റ്റിൽ തുടങ്ങി 2023 മാർച്ച് വരെ നീണ്ട ആ ഒരു ലൈംഗിക പീഡനത്തിൻ്റെ ചൂഷണത്തിൻ്റെ ഒരു നീണ്ട കാലയളവിൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവിടെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം വേടന് കിട്ടുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അറസ്റ്റ് യാതൊരു തരത്തിലും പോലീസ് കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ബലാത്സംഗ കേസുകളിൽ ഒരിക്കലും പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം DGP അടക്കം നൽകിയെന്ന് ആവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് 2 യുവതികൾ പരാതി നൽകിയത്. അത് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസം 18-നാണ് ഇവരുടെ പരാതികൾ ലഭിച്ചതായി പുറത്തു വന്നത്, വിവരങ്ങൾ പുറത്തു വന്നത്. അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ തങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്, നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയോട് തന്നെ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വിശദമായി തന്നെ ഈ പരാതികൾ നൽകാനുണ്ട്, ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞാണ് തങ്ങളെ വിളിച്ചു വരുത്തിയത്. ആദ്യത്തെ പെൺകുട്ടിയെ, യുവതിയെ ലൈംഗിക ചൂഷണം നടത്തിയത് സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് കോഴിക്കോട് മാവൂരുള്ള ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക പീഡനം, ബലാത്സംഗം നടത്തിയത് എങ്കിൽ മറ്റ് 2 പെൺകുട്ടികളെ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്ന പേരിലാണ് വേടൻ വിളിച്ചു വരുത്തിയത്. ലൈംഗികാതിക്രമം അത്തരത്തിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവവും മറ്റു ചില പല ഘട്ടങ്ങളിലും അവർ പരാതികളായി ഉയർത്തിയിരുന്നു. എന്നാൽ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകുന്നത് ആദ്യമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും, കാരണം പോലീസ് പലപ്പോഴും പറഞ്ഞിരുന്നത് കൂടുതൽ പരാതികൾ ഉണ്ടോ എന്നറിയില്ല, ആരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല, ഒരു പരാതി പോലും നേരിട്ട്, അതായത് യുവ ഡോക്ടർ നൽകിയ പരാതിക്കപ്പുറം മറ്റൊരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന കാര്യമായിരുന്നു അന്വേഷണ സംഘം വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 2 പരാതികൾ ലഭിക്കുന്നു. ആ പരാതികളിൽ 2020-21 കാലഘട്ടത്തിൽ തങ്ങളും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് 2 പെൺകുട്ടികൾ, വ്യത്യസ്തരായ 2 പെൺകുട്ടികൾ അവരുടെ പരാതികൾ, പല ഘട്ടങ്ങളിലായി തങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടതിൻ്റെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു. കാരണം മുഖ്യമന്ത്രി ആണ് അവിടെ നടപടി എടുക്കേണ്ടത്, മറ്റൊരു സ്ഥലത്ത് നിന്ന് തങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത്തരമൊരു പരാതി നേരിട്ട് ഇമെയിലായി മുഖ്യമന്ത്രിക്ക് നൽകാൻ തയ്യാറായത്. എന്നാൽ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാർ സംവിധാനങ്ങളോ ഒരു നിർദ്ദേശവും പോലീസിന് ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. കർശനമായ നടപടികളിലേക്ക് കടക്കാനോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അവർക്ക് പരാതിയിൽ എന്താണ് പറയാനുള്ളത്, എവിടെയെല്ലാം വെച്ചാണ് ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ അവിടെ തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് വേടൻ. വലിയ ഒരു പിന്തുണ പല ഭാഗങ്ങളിൽ നിന്ന് ആർജിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അത്തരത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വേടനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നിലനിൽക്കുന്നു.
ഈ ഒരു സാഹചര്യത്തിൽ കേസ് തേച്ചു മാച്ച് കളയുക എന്നത് വേടനെ പോലെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നേരത്തെ ഹൈക്കോടതിയിൽ അതിജീവിതയുടെ അഭിഭാഷകനും വാദിച്ചത് അതുതന്നെയായിരുന്നു. വേടന് മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ആൾ പുറത്തിറങ്ങി നടക്കുന്ന സാധ്യതകൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താനായിരിക്കും അയാൾ ആദ്യം ശ്രമിക്കുക, സാക്ഷികളെ സ്വാധീനിക്കാനായിരിക്കും അയാൾ ആദ്യം ശ്രമിക്കുക. കൂടുതൽ ലൈംഗികാതിക്രമ കേസുകളിലും പരാതികളിലും വേടനെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് സർക്കാരും പോലീസും. മുഖ്യമന്ത്രിക്ക് ഇമെയിലിൽ നേരിട്ട് പരാതികൾ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജേഷ് കരുണാകരൻ.